ഫൈനലി എനിക്ക് റിംഗ് ലൈറ്റ് കിട്ടി. അപ്പോൾ ഞാനതിപ്പോൾ ചെറുതായിട്ട് കുട്ടി ഒരു അൺബോക്സിങ് കാണിച്ചു തരാം. അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല, എന്നിരുന്നാൽ പോലും ഒത്തിരി നാൾക്ക് ശേഷം വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന സംഭവം വാങ്ങിച്ചിരിക്കുകയാണ്. ഇനി ഇതുള്ളതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ സ്റ്റാൻഡ് എങ്ങനെ നിവൃത്തി നിർത്തേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി നമുക്ക് ഇവനെ വെച്ചുകൊണ്ട് ഒരു വ്ളോഗ് ഉണ്ടല്ലോ. ഹലോ മൈ ഡിയർ ലവ്ലി പീപ്പിൾ. സോ ഇന്നത്തെ വ്ളോഗ് നമുക്ക് ഈ ഒരു അടിപൊളി കോട്ടായിട്ട് തുടങ്ങാം. എവറിത്തിങ് യു വാണ്ട് ഇസ് ജസ്റ്റ് ഔട്ട്സൈഡ് ഓഫ് യുവർ കംഫർട്ട് സോൺ. എന്ത് കറക്റ്റായിട്ടുള്ളൊരു കോട്ടാണെന്നറിയോ? ഓക്കെ, അപ്പോൾ ഇതൊരു മോട്ടിവേഷൻ പമ്പായിരിക്കട്ടെ. എന്നിട്ട് നമുക്ക് നമ്മുടെ ഡേ തുടങ്ങാം. ഓക്കെ, അപ്പോൾ ആ കോട്ടൊക്കെ വായിച്ചതിന് ശേഷം ഞാൻ എൻ്റെ രാവിലത്തെ മോർണിംഗ് സ്ട്രെച്ച് തുടങ്ങി കേട്ടോ. അപ്പം കാത്തിക്കുട്ടിയെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞാൻ തെന്നിയടിച്ച് വീണായിരുന്നു. അപ്പം അതിനുശേഷം ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഫിസിയോതെറാപ്പിസ്റ്റ് എനിക്ക് സജസ്റ്റ് ചെയ്ത കുറച്ച് സ്ട്രെച്ചുകളുണ്ട്. അപ്പോൾ അത് ഞാൻ ലൈഫ് ലോങ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ സ്ട്രെച്ചൊക്കെ കഴിഞ്ഞ് ഇപ്പം വെക്കേഷൻ ടൈമാണ്. അപ്പം പിള്ളേർ ഉറങ്ങുന്ന ടൈമിൽ ഞാനങ്ങ് രാവിലെ തന്നെ ഈ ക്ലീനിങ് പരിപാടി ചെയ്യാമെന്ന് വെച്ചു. ഞാനിപ്പോൾ കാണിച്ച ലോഷൻ ഉണ്ടല്ലോ, അത് ഇങ്ങനത്തെ ഈ വുഡൻ ഫ്ലോർ ഉള്ള വീടുകളിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ലോഷനാണ്. നമ്മുടെ സാധാരണ വേറെ ലോഷനൊന്നും പറ്റത്തില്ല. കാരണം മറ്റേതൊക്കെ യൂസ് ചെയ്താൽ ഈ ലോഷൻ അല്ലെങ്കിൽ ഈ ഫ്ലോറിന് കൂടുതൽ പ്രോബ്ലംസ് വരുത്തും. അപ്പോൾ അതിൻ്റേതായ ലോഷൻ തന്നെ വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അപ്പം ഈ ക്ലീനിങ് എല്ലാം കഴിയുമ്പോൾ തന്നെ ഒരു ഹാഫ് ഡേ കഴിയുമ്പോൾ തന്നെ പിള്ളേർ അവിടെ മുഴുവൻ ടോയ്സും നിരത്തി കുഴച്ച് മറിച്ചിടും. എത്ര ക്ലീൻ ചെയ്താലും എത്ര അടുക്കി പെറുക്കി വെച്ചാലും സെറ്റാവില്ല. എന്നാലും എനിക്കൊരു പോസിറ്റിവിറ്റി തോന്നുന്നൊരു കാര്യം എന്ന് വെച്ചാൽ വീട് നല്ല അടിപൊളി വൃത്തിക്കിരുന്നാൽ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. അത് വീട്ടിൽ പഠിപ്പിച്ച കാര്യം കേട്ടോ. ചില ദിവസങ്ങളിലൊന്നും അത് എത്തിപ്പറ്റത്തില്ല. നമ്മളൊരു എന്നാ പറഞ്ഞാൽ ഭയങ്കര ഡ്രെയിൻഡായിട്ട് മടുത്തിട്ട് ചില ദിവസമൊന്നും ഞാൻ ചെയ്യാതെ തന്നെ ഇരിക്കും കേട്ടോ. ഞാൻ ഭയങ്കര ഈ OCD ഉള്ള ആളൊന്നുമല്ല. എന്നാലും അത്യാവശ്യം കുറച്ചൊക്കെ വൃത്തിയാക്കിയൊക്കെ വെക്കും. പറ്റുന്ന പോലെയൊക്കെ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ പിള്ളേർ എഴുന്നേറ്റ് വന്നു. അപ്പോൾ രാവിലത്തെ ഒരു പരിപാടി വരുമ്പോൾ തന്നെ ഒരു 2 ഉമ്മയൊക്കെ കൊടുത്തത് കെട്ടിപ്പിടിച്ച് രണ്ടുപേരെയും രാവിലത്തെ പരിപാടിക്ക് ബ്രഷ് ചെയ്യാനൊക്കെ ആയിട്ട് ഓടിച്ചു വിടും. അപ്പോൾ രണ്ടുപേരും കൂടെ തന്നെ പോയിരുന്ന് ബ്രഷൊക്കെ ചെയ്യും കേട്ടോ. എന്നാലും അതൊക്കെ തീരാറാകുമ്പോൾ ഞാനൊന്ന് പോയി ചെക്ക് ചെയ്യും വൃത്തിക്ക് ഇതൊന്ന്. പിന്നെ മുടിയൊക്കെ കെട്ടി ഇങ്ങനെയൊക്കെ വെക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് ഭ്രാന്ത് കളിച്ച് നടക്കുന്ന കാണാം. ഈ കാണുന്ന വൃത്തിയാക്കലും മുടിചീകി വെപ്പിക്കും ഒക്കെ കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. പിള്ളേരുള്ളവർക്ക് അറിയാമല്ലോ പരിപാടികൾ എത്ര ചെയ്താലും എല്ലാം പിന്നീട് കൊള്ളാവുന്നു. അത് കഴിഞ്ഞ് കാത്തുമ്മ കുറച്ച് യോഗയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. കിൻഡർ യോഗ. അപ്പം പിള്ളേരുടെ യോഗയാണ്. അപ്പോൾ ചെറിയ തോതിലുള്ള യോഗയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ മാക്സിമം മിക്ക ദിവസങ്ങളും ചെയ്യിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അപ്പം മറന്നു പോകത്തില്ലല്ലോ. പിന്നെ നല്ലതാണ് ബോഡി സ്ട്രെച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും. എന്നെക്കൂട്ട് അതെല്ലാം നോക്കി അവളെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് സൈഡിൽ. അവനിതൊക്കെ കണ്ടുപിടിക്കുന്നത് നല്ലതാണല്ലോ. അവനും വലിയതാകുമ്പം എനിക്കും ഇതൊക്കെ ചെയ്യാമെന്നുള്ളൊരു ഐഡിയ കിട്ടുമല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഫിസിക്കൽ ആക്ടിവിറ്റി കേട്ടോ യോഗ. ഒരു പ്രത്യേക സൗന്ദര്യം, ഒരു സ്ലോ പേസ്ഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഞാൻ കുറച്ച് യോഗയൊക്കെ ചെയ്യുമായിരുന്നു ഒരിടയ്ക്ക്. പിന്നെ അതങ്ങ് നിന്നുപോയി. എന്താണെന്നറിയില്ല, പിള്ളേരൊക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ ഒരു സെൽഫ് കെയർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒത്തിരി കൈവിട്ടു പോകും. ഇപ്പോൾ പതുക്കെ ഞാൻ പൊടിതെറ്റി എടുക്കുന്നുണ്ട്. ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ സ്കിൻ കെയർ, പിന്നെ ഹെൽത്ത് കെയർ, ഇങ്ങനെ വർക്കൗട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ മാക്സിമം നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കെന്നിക്കുട്ടനെ പാൻസൊക്കെ ഇടിക്കുക. കെന്നിക്കുട്ടൻ ഇപ്പോൾ ഒരു 2.5 വയസ്സ് കഴിഞ്ഞു കേട്ടോ. അപ്പം 2.5 വയസ്സാകുമ്പോൾ ഇവരെ സ്കൂളിൽ ചേർക്കണം എന്നാണ്. അപ്പോഴത്തേക്കിന് പോട്ടി ട്രെയിൻഡ് ആയിരിക്കണം എന്നാണ്. അപ്പം കെന്നിക്കുട്ടൻ ഓൾമോസ്റ്റ് പോട്ടി ട്രെയിൻഡ് ആയിട്ടുണ്ട്. അപ്പം സ്കൂളുകളിലും അത് പഠിപ്പിക്കുന്നതാണ്. എല്ലാ സ്കൂളും ഇല്ല കേട്ടോ, ചുരുക്കം ചില സ്കൂളുകളിൽ പോട്ടി ട്രെയിനിങ് പഠിപ്പിക്കും. അപ്പോൾ അവർക്കൊരു കുട്ടി
മസാല ദോശ ഉണ്ടാക്കി, മിനി മസാല ദോശയൊക്കെ ഉണ്ടാക്കി അവർക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതാണ്. അപ്പോൾ കട്ടൻ ചായയും മിനി മസാല ദോശയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. മറിച്ചിടാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. ക്യാമറയും ഒരു കൈ ക്യാമറ, ഒരു കയ്യിൽ തവി, മറിച്ചിടാൻ പെടുന്നൊരു പാട്. മിഷൻ സെറ്റാവുന്നില്ല ഒന്നാമത്തെ കാര്യം. ഓക്കെ, അങ്ങനെ നമ്മുടെ കുട്ടി മസാല ദോശ റെഡി ഫോർ 1 person. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു 11-11:30 ഒക്കെ ആകുമ്പോൾ പിള്ളേർക്ക് പാലും മുട്ടയൊക്കെ കൊടുക്കും, ഒരു സ്നാക്ക് എന്നുള്ള രീതിയിൽ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയുന്ന ടൈമിൽ ഞാൻ ഇവർക്ക് വൈറ്റമിൻ ഡ്രോപ്സും പിന്നെ ടാബ്ലറ്റും അങ്ങനെ അത് കൊടുക്കും അവർക്ക്. പിന്നെ കൊടുത്ത് നമ്മളും ഇൻടേക്ക് ചെയ്യും. നമുക്ക് സപ്ലിമെൻറ്റ്സ് എസ്പെഷ്യലി നമ്മൾ ഇങ്ങനത്തെ രാജ്യങ്ങളിൽ വരുമ്പോൾ, ഇങ്ങനത്തെ രാജ്യങ്ങളിലല്ല എവിടെയാണെങ്കിലും നമ്മൾ ഒരു 30 years ഒക്കെ ആകുമ്പോഴത്തേക്കിനും നമ്മൾ സപ്ലിമെൻറ്റ്സ് എടുക്കണം എന്നാണ്. വലിയവരാണെങ്കിലും ചെറിയവരാണെങ്കിലും നമ്മുടെ ബ്ലഡ് ടെസ്റ്റൊക്കെ നടത്തി നമ്മുടെ വൈറ്റൽസൊക്കെ ചെക്ക് ചെയ്തിട്ട് അതനുസരിച്ച് ഡോക്ടറിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്തെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ കാത്തുമ്മയുടെ മ്യൂസിക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതെന്ന്. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനും ഇരുന്നങ്ങ് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അവൾക്കൊരു കൂട്ടാവുമല്ലോ. പണ്ടൊക്കെ ഞാൻ ഇങ്ങനത്തെ മ്യൂസിക് ക്ലാസ്സിനൊക്കെ പോയിട്ട് 1-2 ക്ലാസ്സിനൊക്കെ അറ്റൻഡ് ചെയ്ത് പിന്നെ ആ വഴിയിലേക്ക് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ പിന്നീടാണ് അതൊക്കെ മനസ്സിലാവുന്നത് അതിൻ്റെ ഗുണം. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ചാൻസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ അന്നാണ് അച്ചാച്ചൻ്റെ പുതിയ വണ്ടിയായിട്ട് വന്നു. ഞാൻ നേരത്തെ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന വണ്ടി. അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും നമ്മുടെ പേഴ്സണൽ യൂസിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, എത്ര നാൾ വേണമെങ്കിലും. എനിക്കൊന്ന് 5 years വരെയാണ്. ഓരോ കമ്പനിക്കും അതിൻ്റേതായ റൂളുണ്ട് എത്ര നാൾ നമുക്ക് യൂസ് ചെയ്യണമെന്ന്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് നമ്മുടെ പേഴ്സണൽ യൂസിനായിട്ട് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു ജിമ്മിൽ ജോയിൻ ചെയ്തു. ജിംസ് എന്ന് പറയുന്നൊരു ജിമ്മാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പം ഇവർ നമ്മുടെ ഗോൾ അനുസരിച്ച് ഉള്ള വേണ്ട പ്ലാൻസൊക്കെ അവർ നമുക്ക് ക്രാഫ്റ്റ് ചെയ്ത് തരും. നമ്മുടെ ഫിസിക്കൽ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടോ, നമ്മുടെ BMI ചെക്ക് ചെയ്യും. അതനുസരിച്ചിട്ട് നമ്മുടെ ഗോൾ അവരും ഹെൽപ്പ് ചെയ്യും. അതെന്താണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്യാൻ ഓരോ ദിവസവും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള പ്ലാനൊക്കെ ഇവർ ക്രാഫ്റ്റ് ചെയ്ത് തരും. അപ്പോൾ ഇവരുടെ ഫെസിലിറ്റീസും വളരെ നല്ലതാണ്. അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ നാടൻ അച്ചായത്ത് സൈനിങ് ഓഫ് ഫ്രം ബെൽജിയം.